ഇത് നമ്മുടെ ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോയിൽ അത്യാവശ്യം നല്ലൊരു വേരിയൻ്റ് ആണ്, കാരണം ഇതിൽ ഓട്ടോ എ സി ഉണ്ട്. പക്ഷേ ഓട്ടോ എ സി കാണുമ്പോഴത്തേക്ക് ഇതിൽ ഓട്ടോ മോഡ് ഓണും ഓഫും ഒക്കെ ചെയ്യുമ്പം ഈ ഒരു പ്രദേശത്താണ് നമ്മുടെ, അതായത് ഇവിടെ ഒരു ഇൻഫർമേഷൻ ക്ലസ്റ്റർ വേണ്ടതായിരുന്നു. പക്ഷേ അത് അവിടെ ഇല്ല, ആബ്സെൻ്റ് ആണ്. ഞാൻ വിചാരിച്ചു ഇനി കംപ്ലൈൻറ്റ് വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അവിടെ ആബ്സെൻ്റ് ആണ്. അവിടെ എല്ലാ ഇൻഫർമേഷൻ വരുന്നത്, ഇൻഫർമേഷൻ എല്ലാം തന്നെ ഇവിടെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓട്ടോ എ സി ഓണും ഓഫും ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ വരുന്നുണ്ട്. നമ്മുടെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം അവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആകപ്പാട് ചെറിയൊരു ഡിസ്പ്ലേയിൽ തന്നെ അതും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയും സ്പേസ് അത് പോയി. അതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഒരു ഡെഡ് സ്പേസും കിടപ്പുണ്ട്. അപ്പോൾ അത് എത്ര അരോചകമായിട്ട് തോന്നി. അതിനേക്കാളും അരോചകമാണ് ഒരു പുതിയ തലമുറയിലെ വാഹനമാണെങ്കിൽ കൂടി 3 സിലിണ്ടർ എഞ്ചിൻ്റെ ആ ഒരു വൈബ്രേഷൻ, ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ, ഗിയർ നോബിലടക്കം. അതുപോലെ സ്റ്റിയറിംഗ് വീല് ചുമ്മാതെ കിടക്കുമ്പോൾ വളരെ, അതായത് ചെറിയ നമ്മളൊരു സ്ഥലത്തിട്ട് തിരിക്കുമ്പോഴൊക്കെ ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് വേണമെങ്കിൽ ഒരു ഫെദർ വെച്ച് കൺട്രോൾ ചെയ്യാം. അത്രയ്ക്ക് ലൈറ്റാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. പക്ഷേ ഹൈവേയിലോട്ട് കയറി കഴിയുമ്പോൾ സ്റ്റിയറിംഗ് വീല് ഓട്ടോമാറ്റിക് ടൈറ്റ് ആവും. പക്ഷേ ടൈറ്റ് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു വൈബ്രേഷൻ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തത്തിലൊരു വൈബ്രേഷനാണ് വണ്ടിക്കകത്തിൽ. അത് ഈ വാഹനത്തിൻ്റെ കുഴപ്പമല്ല, മൊത്തത്തിൽ ഈ ഒരു പുതിയ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന വാഹനത്തിനാണെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയാണ്. പിന്നെ മൈലേജ് നല്ലപോലെ ഉണ്ട്, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരൊരു ഡെഡ് സ്പേസ് എന്തുകൊണ്ടാണ് അതങ്ങനെ ക്രിയേറ്റ് ആയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇൻഫർമേഷൻസ് ശരിക്കും എ സി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ലൈഫ് സേവറാണ്. അതായത് നമുക്ക് ഫോഗ് അടിച്ച് പെട്ടെന്ന് വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാതാവുക, പെട്ടെന്ന് ഡീഫോഗറൊക്കെ ഓണാക്കുക, ഓഫ് ചെയ്യുക. അപ്പോൾ ആ ഒരു കൺട്രോൾസൊക്കെ നമുക്ക് പ്രത്യേകിച്ച് രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ആ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്കത് ഇത് വളരെ വളരെ നോട്ടീസബിൾ അല്ല. ചെറിയ ഒരു ഫോണ്ടിലാണ് അത് വന്നേക്കുന്നത്. ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ പോലും ആ ഒരു ഏരിയയേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ഒരു എ സിയുടെ ഇൻഫർമേഷൻസ് ഒരിക്കലും ഇൻഫർടൈൻമെൻറ്റിന് മനസ്സിലാക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയും കൈവഴക്കം വേണം ഈ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം. പക്ഷേ പെട്ടെന്ന് ഒരാൾ മാറി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക.